തൈക്കാട് ആശുപത്രിയിലെ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി അമ്മ രംഗത്ത് വന്നു. ചികിത്സ നിഷേധിച്ചതുകൊണ്ടാണ് തനിക്ക് കുഞ്ഞിനെ നഷ്ടമായതെന്നാണ് അമ്മ പവിത്ര പറയുന്നത്. ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥയാണ് കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമെന്നാണ് അവർ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും കുട്ടിയുടെ മാതാവ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ കേസുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. എനിക്ക് ചികിത്സ നിഷേധിച്ചതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ 16-ാം തീയതി ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അന്ന് തന്നെ അവർ സ്കാനിങ്ങിലെ തകരാറ് കണ്ടിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ പുറത്തെടുത്തായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ. അതെ, പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി അവരും മാഡവും ഒരു സ്ത്രീയല്ലേ, അവർക്കും അറിയാൻ പറ്റും ഒരു അമ്മയുടെ വേദന എന്താണെന്ന്. 9 മാസം വരെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ട് ആ കുഞ്ഞില്ലാതെ വീട്ടിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ഡോക്ടറിന് ഞങ്ങളോട് ചെയ്ത ഒരു ക്രൂരത തന്നെയാണ്. എ വി ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ജയശങ്കർ, എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? SKN ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായാണ് അമ്മ പവിത്ര പ്രതികരിച്ചത്. കാരണം ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട എല്ലാ വേദനയും അവരുടെ വാക്കുകളിലുണ്ടായിരുന്നു. ഈ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയല്ലേ, ഒരു അമ്മയുടെ വേദന അവർക്ക് മനസ്സിലാവില്ല എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരുമെന്ന് പവിത്ര വ്യക്തമാക്കി. ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പം മനുഷ്യാവകാശ കമ്മീഷനും സമാനമായ രീതിയിൽ ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതിയാണ് കുടുംബം നൽകിയിരിക്കുന്നത്. കാരണം അന്ന് ഈ ഡോക്ടർ ശസ്ത്രക്രിയയിലൂടെ ഈ കുട്ടിയെ പുറത്തെടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജീവൻ രക്ഷപ്പെടുമെന്നാണ് ഈ അമ്മ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിൽ ഗർഭാവസ്ഥയിലുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്ന കുടുംബം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ഇന്ന് അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമവഴികൾ കുടുംബം തേടും. എന്തായാലും ഈ ഡോക്ടർ ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കുടുംബം തുടർ നടപടികൾ എന്തായാലും നടത്തും. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസമായി പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഗുരുതരമായ ചികിത്സാ പിഴവിന്റെ വാർത്തയാണ് വരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ തുടർക്കഥയാകുമ്പോഴും ആരോഗ്യവകുപ്പ് കേവലം അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു അവസാനം കാണാൻ ആരോഗ്യവകുപ്പിന് എന്തായാലും സാധിക്കുന്നില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുടുംബം എന്തായാലും നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോവുകയാണ്. താങ്ക് യു എ വി ജയശങ്കർ. ലിനി ഒരു കാര്യം പറയുന്നു. എൻ്റെ വീട്ടിൽ വെള്ളം കയറി, രാത്രി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. കുട്ടനാട്ടിലാണ്, പമ്പയാറിൻ്റെ തീരത്താണ് വീട്. ഇനി എന്തായാലും അധികാരികളുമായി ബന്ധപ്പെടണം. എന്തായാലും കുട്ടനാട്ടിലൊക്കെ വെള്ളം പൊങ്ങാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ആ വീട്ടിൽ തന്നെ മഴ കനക്കുന്നു അല്ലെങ്കിൽ കടുത്തു വരുന്നുവെങ്കിൽ അവിടെ താങ്കൾ ഈ രാത്രി തുടരരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ചില പരീക്ഷകൾ മാറ്റി വയ്ക്കണമെന്ന് പ്രേക്ഷകർ യൂട്യൂബിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. പരീക്ഷകളൊന്നും മാറ്റിയിട്ടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ തത്സമയം തൽക്ഷണം പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയോട് ഇത് വീണ്ടും ചെക്ക് ചെയ്യാനും നിരന്തരമായി പിന്തുടരാനും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരീക്ഷകൾ മാറ്റുന്ന ഏതെങ്കിലും വാർത്തയുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് 24 സ്ക്രീനിലൂടെ അത് അറിയാൻ കഴിയും.